കോഴിക്കോട് ഹൈദ്രോസ് ഊട്ടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ്. തിരുവനന്തപുരത്തെത്തിയാൽ താമസം സാമാജിക മന്ദിരത്തിൽ. സംസ്ഥാനത്തിന്റെ ദുഃഖസ്ഥിതി കണ്ട് ഹൃദയം പൊട്ടുമ്പോ തെരുവയ്യന്മാരെ മുറിയിൽ കയറ്റി എരിയില്ലാത്ത കോഴി ബിരിയാണിയും എരുമപ്പാലും വാങ്ങിക്കൊടുത്ത് സങ്കടം ഒഴുക്കിക്കളയുന്ന ദേശഭക്തൻ. തന്റെ തൊപ്പിനെ തെറിപ്പിക്കും. അതിനു മുമ്പ് നിന്റെ കഴുക്കോല് ഞാൻ ഒടിക്കോടാ പന്ന. തന്റെ 8 കാശിന്റെ പുഴുങ്ങിയ കാക്കയുടെ വിലയല്ലടോ ഞങ്ങളുടെ ഈ കതറിനുള്ളത്. ശ്രീമതി മറിയം തോമസ്, തിരുവിതാംകൂറിന്റെ പൊന്നോമന പുത്രി. ശ്രീമാൻ തോമസ് കോളേജിൽ കുട്ടികൾക്ക് ജനറ്റിക്കൽ സയൻസിൽ തിയറി ക്ലാസ് എടുക്കുമ്പോ ഭാര്യ നാട്ടുകാർക്ക് പ്രാക്ടിക്കൽ ക്ലാസ് എടുത്ത് നടക്കുക. ഇവറ്റകളെ അറസ്റ്റ് ചെയ്തപ്പോ ആർക്കാ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ. ഉത്തരവുടുപ്പ് കിട്ടിയ കുട്ടിയുടെ ആവേശമാണ് തനിക്ക്. ആ ആവേശം എന്നോട് കാണിക്കണ്ട. അസിസ്റ്റന്റ് കമ്മീഷണറുടെ ആവേശത്തിന്റെ അളവും തൂക്കം എടുക്കാനല്ല മാഡത്തിന് IPS തന്നിവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് എന്റെ വിശ്വാസം. IPS ഉത്തരവാദിത്വമൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. നിങ്ങളെക്കാൾ 3 വർഷം മുൻപ് ഹൈദരാബാദ് IPS ക്യാമ്പ് കണ്ടവളാണ് ഞാൻ. കേരള പോലീസിലും ആ 3 വർഷം മൂപ്പ് എനിക്കുണ്ട്. ഡൂസും ഡുനോട്ട്സും എനിക്കറിയാം. ഡോണ്ട് ട്രൈ ടു ടീച്ച് മീ. 3 വർഷത്തെ മൂപ്പ് പറഞ്ഞ് എന്നെ മൂലയിലിരുത്താമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാൻ കസ്റ്റഡിയിലെടുത്തവരെ പരസ്യമായി എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് എന്തിന് വിട്ടയക്കുന്നു എന്ന് എനിക്കറിയണം. ആൻഡ് ഐ ഹാവ് ദ റൈറ്റ് ടു നോ ദാറ്റ്. യു നോ ദാറ്റ്. ഇമ്മോറൽ ട്രാഫിക്കിന് നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ഇവരൊന്നും പ്രോസിക്യൂട്ട്സ് അല്ല. പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരും ഭാരവാഹികളും വനിതാ മെമ്പർമാരുമാണിവർ. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി രൂപീകരണത്തിന്റെ ചർച്ചയിലായിരുന്നു ഇവർ. അതിനാണ് അവർ സാമാജിക മന്ദിരത്തിൽ ഒത്തുചേർന്നത്. വായിച്ചു നോക്കണം ACP. ഇവർ ആരാണെന്നും എന്തൊക്കെയാണെന്നും തെളിയിക്കാനുള്ള സോളിഡ് പ്രൂഫ്. ഈ നാറികളെ രക്ഷിക്കാൻ വേണ്ടി ആർക്കോ വേണ്ടി ചമച്ചുണ്ടാക്കിയ ഈ പ്രൂഫിന് പിന്നിൽ പ്രവർത്തിച്ച് മാഡത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ ബ്രെയിന്റെ അളവും തൂക്കവും എടുക്കലല്ല എന്റെ ജോലി. മൈൻഡ് ഇറ്റ്. കൊടി പിടിച്ചും ചുവരെഴുതിയും മുദ്രാവാക്യവും വിളിച്ചു നടന്ന പണ്ടത്തെ സ്വഭാവം വെച്ച് ആദർശധീരന്റെ ഇമേജ് പബ്ലിക്കിന്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ അത് നടക്കില്ല. അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടിയിട്ട് 48 മണിക്കൂറല്ലേ ആയുള്ളൂ. സ്മാർട്ട് ആകാനും നാട് നന്നാക്കാനും ഇനിയുണ്ടല്ലോ സമയം. തൽക്കാലം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഞാനാണ്, താനല്ല. ഇറക്കി വിടവരെ. ഇറക്കി വിടൂ അവരെ. കമ്മീഷൻ മായാപിള്ളയുടെ ക്രൂരത അവസാനിപ്പിക്കുക. മാസ് പെറ്റീഷനാണ് മാഡം. 10,000-ലേറെ പേർ ഒപ്പിട്ടിട്ടുണ്ട്. തിരുമുൽപ്പാടിന്റെ കൊലപാതക അന്വേഷണം ഇവിടുത്തെ പോലീസ് കമ്മീഷൻ മലപ്പൂർ ഉഴപ്പാണ്. ഞങ്ങൾക്ക് ഒരു തീർപ്പ് കിട്ടിയ ഒപ്പു. കളക്ടർ കാണിക്കണം. ഞങ്ങൾക്ക് റോഡ് ക്ലിയർ വേണ്ട. ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഇവിടുന്ന് പോകാൻ പോലീസിന് സഹായം വേണ്ട. ഈ നിവേദനം തന്നവർക്ക് എനിക്കിപ്പോ ഒരു ആൻസർ കൊടുക്കണം. എ ബിലീവബിൾ ആൻസർ. തിരുമുൽപ്പാടിന്റെ കേസ് നിങ്ങൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നെന്നാണ് ഇവർ പറയുന്നത്. ശരിയല്ലേ അത്? നോ. സുമിത്ര, ഗെറ്റ് ദ ഫയൽ. ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണിത്, വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ഫസ്റ്റ് റൗണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ സംശയമുള്ളവരെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്ത സ്റ്റേറ്റ്മെന്റും ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഇൻ പ്രോഗ്രസ് മാഡം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഒരു സാധാരണ ഹെഡ് കോൺസ്റ്റബിൾ മതി. IPS റാങ്കുള്ള ഓഫീസർ വേണ്ട. കമ്മീഷണർ, നിങ്ങൾക്ക് നാപ്കിന്റെ വലിപ്പമുള്ള ഈ സിറ്റിയുടെ ലോ ആൻഡ് ഓർഡർ ചാർജ് മാത്രമേ ഉള്ളൂ. ഈ ഡിസ്ട്രിക്റ്റിന്റെ മുഴുവൻ ചുമതല എനിക്കാണ്. നിങ്ങൾക്കില്ലെങ്കിലും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ജനങ്ങളോട് ഞാനാണ് സമാധാനം പറയേണ്ടത്. പോലീസ് കമ്മീഷൻ ഇത്തരം പ്രവർത്തി കൊണ്ട് നടറോടി നാണം കടയേണ്ടി വന്ന ഡിസ്ട്രിക്ട് കളക്ടറാണ്. എന്ത് സമാധാനമാണ് കമ്മീഷണർക്ക് പറയാനുള്ളത്? എല്ലാവരും സമാധാനമായിട്ട് പിരിഞ്ഞു പോകാൻ ഉണ്ടായിട്ട് അവസാനിപ്പിക്കുക. മാഡം, യു ഹാവ് ടു ലീവ് ദ പ്ലേസ്. എത്രയും പെട്ടെന്ന്. ഞാൻ വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ്. എത്രയും പെട്ടെന്ന് ഈ കേസ് തെളിയിക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഞാൻ ഒന്ന് പുറപ്പെടുകയാണ്. പ്ലീസ്. Come on!
നല്ല ഏരിയുള്ള ഹെഡിങ് അല്ലേ വിജയ? അതെ. ഈ പേപ്പർ കൊള്ളാലോ. എ പേപ്പർ വിത്ത് പേപ്പർ. യെസ്, ആ സെൻഡ്. വിജയം പൊയ്ക്കോളൂ, ഫയൽ വീട്ടിലെത്തിച്ചാൽ മതി. മേ ഐ കം ഇൻ മാഡം? യെസ്, കം ഇൻ. കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. RD നായനാർ IPSന്റെ പോലീസ് കരുത്ത് വായിച്ചറിഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണറെ സമരക്കാർക്കിടയിൽ നിന്ന് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത് വായിച്ചപ്പോ കോരി തരിച്ചുപോയി. പെൺകാക്കിയെ തൊട്ടപ്പോ ആൺകാക്കിക്ക് നൊന്തു. വർഗസ്നേഹം അല്ലേ? അതെ. ജനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ച് സിറ്റി പോലീസ് കമ്മീഷണറെ കൊല ചെയ്യാൻ സംഘം ചേർന്നതിന് IPC 114 വകുപ്പ് അനുസരിച്ച് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ ഇന്ദിരാ മേനോനെ അറസ്റ്റ് ചെയ്യാൻ എനിക്കിപ്പോ അധികാരമുണ്ട്. എന്താ ചെയ്യട്ടെ? ആൾക്കൂട്ടത്തിൽ ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും കളക്ടർമ്മ പാഴാക്കരുത്. ലീഡറുടെ മകളല്ലേ, മൂർഖന്റെ സ്വഭാവം കാണിക്കണം. ഇന്നലെ 1/4 മണിക്കൂർ കൊണ്ട് നടത്തിയ നാടകത്തിൽ എല്ലൊടിഞ്ഞും വെടിയേറ്റും ആസ്പത്രിയിലായത് 30ഓളം പേരാണ്. കളക്ടറോട് പരാതി പറയാൻ ജനങ്ങൾക്ക് പോലീസ് കാക്കിയുടെ കൈക്കരുത്തിനെ പേടിക്കേണ്ട കാര്യമില്ല. അവർക്കറിയാൻ അവകാശമുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിവേദനങ്ങൾ കെട്ടിപ്പൂട്ടി വെക്കാൻ എനിക്കറിയില്ല ആർത്തി. നിങ്ങൾ കാട്ടുന്ന പൊളിറ്റിക്കൽ മാജിക്കുകൾ മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്കുണ്ട്. ഇത് മാജിക് അല്ല ആർത്തി, റിവഞ്ച് ആണ്. ഒരു ഹോട്ട് ആൻഡ് സോർ റിവഞ്ച്. ആർഡിയെ പരസ്യമായി ഇൻസൾട്ട് ചെയ്തതിന് അവൾക്ക് കൊടുത്തൊരു ഷോക്ക് ട്രീറ്റ്മെന്റ്. തിരുമുൽപ്പാടിന്റെ കേസന്വേഷണ ചുമതല ഇന്നു മുതൽ ആർഡിക്കാണ്. ഗവൺമെന്റ് ഓർഡർ. ഇതിന്റെ ഒറിജിനൽ കമ്മീഷൻ ഓഫീസിൽ എത്തിയിരിക്കും. ആർഡി ചെല്ലുമ്പോ അവള് തന്നെ ഇത് ആർഡിക്ക് തരും. ആർഡിയെ കേസ് ഏൽപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഇന്നൊരാളുടെ മുമ്പിൽ കൈനീട്ടി. ചീഫ് മിനിസ്റ്റർ അഗസ്റ്റിന്റെ മുമ്പിൽ. കമ്മീഷണർ മായാപ്പിള്ള ഒളിപ്പിക്കാൻ ശ്രമിച്ചതെല്ലാം ആർഡി പുറത്തെടുക്കണം. ആർഡിക്ക് അതിന് കഴിയും. ആർഡിക്കുണ്ടാകുന്ന ഓരോ നേട്ടങ്ങളിലും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും ഞാനായിരിക്കും. നേട്ടങ്ങൾക്ക് വേണ്ടി കളക്ടറുടെയും കമ്മീഷണറുടെയും ഈഗോ ക്ലാഷിനിടയിലേക്ക് എന്നെ വലിച്ചിട്ട് ശ്വാസം മുട്ടിക്കരുത്. ഇല്ല, ഇപ്രാവശ്യത്തേക്ക് ACP ഒന്ന് ക്ഷമിക്ക്. ശരി, ക്ഷമിച്ചിരിക്കുന്നു. ഇനി ആവർത്തിച്ചാൽ കൺഗ്രാറ്റുലേഷൻസ്. ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയർ തിരുമൽപ്പാടിന്റെ കേസ് അന്വേഷണം നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടുള്ള DGPയുടെ സ്പെഷ്യൽ ഓർഡർ. ACPയുടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി സീരിയലൈസ് ചെയ്യാൻ പത്രങ്ങൾ ഇപ്പോഴേ കോളം ഒഴിച്ചിട്ട് കാത്തിരിക്കുകയായിരിക്കും. തുടങ്ങിക്കോടോ കാവടിയാട്ടം. മാഡം എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇതിൽ ഔട്ട് ഓഫ് ദ വേ ആയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. CM നേരിട്ടെടുത്ത തീരുമാനമാണ്. ചെയ്തു തരുവാൻ കളിയറിയാവുന്നവർ പുറകിലുണ്ടാവുമ്പോ നിങ്ങളൊന്നും ചെയ്യണ്ട. കിട്ടേണ്ടത് കിട്ടേണ്ട സമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കും. തരുമ്പോ കൈനീട്ടി വാങ്ങി തരുന്നവരുടെ കാല് നക്കുക. നക്കുന്നത് പ്രേമിക്കുന്ന പെണ്ണിന്റെ കാലാവുമ്പോ അതിന് സുഖവും മധുരം കൂടും അല്ലേ? ഫ്രസ്ട്രേഷനും ജലസുമാണ് നിങ്ങൾക്ക്. പ്രായം ഉറഞ്ഞിട്ടും ആൺകരുത്തറിയാത്തതിന്റെ. ഇവിടെ വന്ന് ചാർജ് എടുത്ത അന്ന് മുതൽ കാണുന്നതാണ് നിങ്ങളുടെ ഈ ചൊറിച്ചിൽ. അതിന് എന്റെ കയ്യിൽ മരുന്നില്ല. ഐ എം സോറി മാഡം, ഐ ക്യാൻ ഡു നത്തിങ് അബൌട്ട് ഇറ്റ്. ഐ എം ഹെൽപ്ലെസ്. ഗെറ്റ് ലോസ്റ്റ്. ഈ തൊപ്പിയും തലയിൽ വെച്ച് ഈ കസേരയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല. ഒരുതരം തേർഡ് റേറ്റ് ചീപ്പ് മെന്റാലിറ്റിയാണ് നിങ്ങൾക്ക്. ആർക്കോ വേണ്ടി തുള്ളുന്ന വേസ്റ്റ് നിറച്ച റബ്ബർ പാവ. അങ്ങനെ ഒരു പാവയുടെ മോസ്റ്റ് ഒബീഡിയൻ സബോർഡിനേറ്റായി വാ പൊത്തി നിൽക്കാൻ എന്നെ കിട്ടില്ല. It's for your kind information, Madam Commissioner.